ഇന്നൊരു സിമ്പിൾ പുലാവാക്കിയാലോ? അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, മല്ലിയിലയും വേണം, പുതിനയിലയും വേണം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പുതിനയിലയാണ്. എന്നിട്ട് ഒരു പിടി പുതിനയിലയും കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്ത് സൈഡ് വയ്ക്കുക. ഇനി ഒരു കുക്കർ എടുത്ത് അതിൻ്റെ അകത്ത് ഞാൻ വെളിച്ചെണ്ണ ചേർക്കുന്നത്. നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ, ഞാൻ ചേർക്കുന്നില്ല. ഹോൾ സ്പൈസസും ഒരു അര കഷ്ണം സവോളയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഒരു തക്കാളി ഒന്ന് അരിഞ്ഞ് ചേർത്ത് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിൻ്റെ ഒക്കെ അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്. ഇതൊന്ന് വഴണ്ട് വന്നതും ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ നമ്മൾ ആ ചതച്ച് വെച്ചില്ലേ, അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. എന്നിട്ട് ഇതിനകത്തോട്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും, മല്ലിപ്പൊടിയും ഗരം മസാല ഓരോ സ്പൂണ്, ഗരം മസാല അര സ്പൂണായിട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒരു ഇച്ചിരി മാത്രം വെള്ളം ഒഴിച്ചിട്ട് ആ പച്ചമണവും മസാലയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പച്ചക്കറികൾ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് കോളിഫ്ലവറും കോണും ഒക്കെ ചേർക്കാം കേട്ടോ. ഇതിപ്പം ഞാൻ ബീൻസും ക്യാരറ്റും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള അരി ഇടുക. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് പിന്നെ ആ വെള്ളത്തിന് ഉപ്പ് രസം വരുന്ന നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എപ്പോഴും ഒരു പൊടിക്കുപ്പ് മേലേക്ക് നിൽക്കണം. എന്നിട്ട് ഇതൊന്ന് നല്ല തിള വന്നു കഴിയുമ്പോഴത്തേക്കും കുക്കർ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വെജിറ്റബിൾ പുലാവ് റെഡിയായി.